രാവിലെ പ്രാതൽ കഴിഞ്ഞുള്ള ഇടവേളകളിലൊന്നിലാണ് മുറ്റത്തൊരു വണ്ടി വന്ന് നിന്നത്. ആരാ ഈ നേരത്ത്? വാതിൽ തുറന്നു നോക്കിയ ആർദ്രയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. ദീപേട്ടനാണ്. തിരിഞ്ഞ് അവരോടായി പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് നടന്നു. സർ, ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ. ഞങ്ങളും. ഞങ്ങളോ? അപ്പോഴാണ് ബാക്കിലെ ഡോർ തുറന്നിറങ്ങുന്ന അവൻ്റെ അച്ഛനെയും അമ്മയെയും കാണുന്നത്. ആൻറ്റി, അങ്കിൾ, സുഖമാണോ? അങ്ങനെ പോണു കുട്ടി. നിനക്കോ? ഞാൻ ഹാപ്പിയല്ലേ? കണ്ടാൽ അറിഞ്ഞൂടെ? അത് ശരിയാണല്ലോ. അവർ ചിരിച്ചു. ഇവിടെ നിൽക്കാതെ അകത്തേക്ക് വാടോ. ദേവൻ കൂടെ പുറത്തേക്ക് വന്നപ്പോൾ അവർ അകത്തേക്ക് നടന്നു. മഴക്കുട്ടി, ഇതാരാണെന്ന് നോക്ക്. ദീപനെ അറിയാം അവൾക്ക്. ഫോണിൽ വീഡിയോ കോൾ ചെയ്തിട്ട് ശീലമുണ്ട്. അച്ഛൻ അകത്തുണ്ട് അങ്കിൾ. വാ ആൻറ്റി. അകത്തേക്ക് കടക്കാനും അയാളെ കാണാനും അനന്തൻ ഒരല്പം വിഷമമുണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞതെല്ലാം അയാൾ മറക്കുമോ? അതെന്താ അനന്തൻ അവിടെ നിന്ന് കളഞ്ഞേ? വാടോ. അത് അയാൾ പതർച്ചയോടെ ചന്ദ്രശേഖരനെ നോക്കി. മറക്കാൻ പറ്റുന്നതൊക്കെ മറന്നു കളയാനും ക്ഷമിക്കാവുന്നത് ക്ഷമിക്കുവാനും ഞാനിപ്പോൾ പഠിച്ചു കഴിഞ്ഞടോ. താൻ വാ. അല്പം പതർച്ചയുണ്ടായത് അയാളിൽ നിന്ന് മാഞ്ഞു പോയിരുന്നു. ആർദ്ര, നോക്കി നിൽക്കാതെ കുടിക്കാൻ എടുക്കുമോളെ. ഇപ്പോൾ എടുക്കാം അച്ഛാ. അവർക്ക് ഒരു ചിരി സമ്മാനിച്ച് അവൾ അടുക്കളയിലേക്ക് നീങ്ങി. ഹാപ്പി അല്ലേ താൻ? ദീപൻ പതിയെ ജയദേവനോട് ചോദിച്ചു. ഒരുപാട് ഹാപ്പി. സമാധാനം. എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് ഇങ്ങനെയൊരു ഗുണമുണ്ടായല്ലോ. അവൻ ദീപൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അവൾ എന്തേ വരാഞ്ഞത്? ദീപ്തി. കെട്ടിയോനെ വിട്ട് വരാൻ പറ്റില്ല എന്ന്. അത് കേട്ട് വെള്ളവുമായി വന്ന് ആർദ്ര ശരിയാണോ എന്ന അർത്ഥത്തിൽ ആൻറ്റിയെ നോക്കി. അല്ല മോളെ, അവൾ പ്രഗ്നൻ്റ് ആണ്. അതുകൊണ്ടാണ് വരാത്തത്. അവൾ അവൻ്റെ തോളിൽ ഒരു അടി കൊടുത്തു. നിങ്ങൾ വത്സലയെ കാണുന്നില്ലേ? കാണണം, വാ. അവിടെ ഉണ്ടായിരുന്ന ചെറിയമ്മയ്ക്ക് ആദ്യം സർ പുഞ്ചിരി നൽകി. മരുന്ന് കൊടുക്കേണ്ട നേരമായി. ഇതാരാ? അടുത്തു നിന്ന് അല്പം പ്രായം ചെന്ന സ്ത്രീയെ അവർ ചൂണ്ടിക്കാട്ടി. നേഴ്സാണ്. ഏട്ടത്തിയെ നോക്കാൻ. ഓ. അവർക്ക് നേരെയും ഒരു ചിരി നൽകി. വത്സലയുടെ ആ കിടപ്പ് അവരിൽ സങ്കടം നിറച്ചു എന്നതാണ് സത്യം. അവർ തങ്ങളോട് ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ കൂടി ആർദ്രയെ ദേവനും ഇഷ്ടമാണ് എന്നറിഞ്ഞിട്ടും ഒപ്പം നിൽക്കാത്തതിന് ദൈവം നൽകിയ ശിക്ഷ. പാർവതിയുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ ശേഷം എന്താ പറയേണ്ടത് എന്ന് പോലും അറിയാതെയായി. ആദിയുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു വിഷമം. അവൻ ചെറുതല്ലേ, എന്തറിയാം അവന്? ഇന്നലെ വരെ അച്ഛനെന്ന് വിളിച്ചത് തൻ്റെ അച്ഛനല്ല എന്നറിഞ്ഞാൽ ആരായാലും വിഷമിക്കും. മറ്റൊരു വണ്ടി കൂടെ വന്നു നിൽക്കുന്ന ശബ്ദം. ഇനി ആരാ? ഞാൻ നോക്കാം ദേവേട്ട. ആർദ്ര എഴുന്നേറ്റ് വാതിൽ തുറന്നു. അപ്പോഴേക്കും ഒരു പെൺകുട്ടി കയറി വന്നു. വലിച്ചു വാരി കെട്ടിയ മുടിയാണ്. കരഞ്ഞു വീർത്ത കണ്ണുകൾ. ഒരു പാൻറ്റും ഒത്തിരി ലൂസായ ടീഷർട്ടുമാണ് ഇട്ടിരുന്നത്. 2 ബാഗ് കൈകളിലുണ്ടായിരുന്നു. അവൾ ആരാണെന്നോർക്കെ അകത്തേക്ക് വന്നവൾ നേരെ ദേവൻ്റെ നെഞ്ചിൽ വന്ന് ചാഞ്ഞു. അവനാണെങ്കിൽ അവളെ മുറുകെ പിടിച്ച് നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തിയിരുന്നു. എന്തിനാ കരയുന്നേ നീനു? ഞാൻ പറഞ്ഞില്ലേ ഏട്ടാ, എൻ്റെ ചേച്ചി അങ്ങനെയാണെന്ന്. എന്നിട്ട് വിശ്വസിച്ചില്ല. ഇത്രയൊക്കെ ഉണ്ടായിട്ട് ആരേലും വിളിച്ചു പറഞ്ഞ? അതുമില്ല. അത് എൻ്റെ മോള് സമാധാനമായി പഠിക്കട്ടെ എന്ന് കരുതി. അതൊന്നുമല്ല, എന്നെ ആർക്കും വേണ്ട. ഞാൻ നിങ്ങളെ ആരുമല്ലല്ലോ. ദേവൻ പതിയെ ചിരിച്ചു. പോയി മുഖമൊക്കെ കഴുകി വാ നീരു. എന്നിട്ട് ചായ കുടിക്ക്. ഈ ക്ഷീണമൊക്കെ മാറട്ടെ. വേണ്ട. വേണം. എൻ്റെ അനിയത്തിക്കുട്ടി ഇങ്ങനെ കരഞ്ഞു തളർന്നാൽ എങ്ങനെയാണ്? അവൾ കരച്ചിലൊന്ന് ഒതുക്കി ടവലെടുത്ത് മുഖം തുടച്ചു. പിന്നെ അന്തം വിട്ട് നിൽക്കുന്ന ആർദ്രയെ മുറുകെ കെട്ടിപ്പിടിച്ചു. എന്നെ ഓർമ്മയുണ്ടോ ഏട്ടത്തിക്ക്? അവൾക്ക് അതാരാണെന്ന് പോലും അറിയില്ലായിരുന്നു. അത് ഇല്ലാലേ? അന്ന് തറവാട്ടിൽ നിൽക്കാൻ വന്നില്ലേ? അപ്പോൾ ഞാനും ഉണ്ടായിരുന്നു വീട്ടിൽ. പാർവതിയുടെ സിസ്റ്ററാണ് നിരഞ്ജന. അന്ന് ഒരു ചെറിയ കുട്ടിയെ കണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ആരാണെന്ന് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. മനസ്സ് അങ്ങനെയായിരുന്നല്ലോ. ഇപ്പോഴാണ് ആർദ്രയ്ക്ക് സമാധാനമായത് തന്നെ. ഇത്ര അധികാരത്തിൽ ആരാണ് തൻ്റെ ദേവേട്ടനെ കെട്ടിപ്പിടിച്ചത് എന്നോർക്കുകയായിരുന്നു അവൾ. കരച്ചിലൊക്കെ മാറിയിട്ടാണ് അടുത്തിരിക്കുന്നവനെ കണ്ടത്. അവൾക്ക് അല്പം ചമ്മൽ തോന്നി. ആദ്യമേ നോക്കേണ്ടതായിരുന്നു. ചന്ദ്രശേഖരൻ്റെ 2ാമത്തെ മകളാണ് നിരഞ്ജന. അവൾ അവർക്ക് വിളറിയൊരു ചിരി മറുപടിയായി നൽകി. മോള് ഫ്രഷായിട്ട് വാ, ഞങ്ങൾ ഇറങ്ങാറായി. ഇപ്പോൾ വരാം ആൻറ്റി. ദീപൻ്റെ അമ്മയോട് മറുപടി പറഞ്ഞിട്ട് അവൾ ഫ്രഷാകാൻ നടന്നു. പാവമാണിവൾ. എങ്ങനെ അയാളുടെ മകളായി എന്നാണ് അതിശയം. ഈ കുട്ടിയല്ലേ ഡോക്ടറാവാൻ പഠിക്കുന്നേ? അതേടോ, മിടുക്കിയാണ്. കല്യാണം?
പഠിപ്പ് കഴിയട്ടെ, കല്യാണം എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. ഇനിയിപ്പോൾ ആരെയും പ്രേമിക്കുന്നുണ്ടോ എന്നറിയില്ല. അവർ ഒന്നാകെ ചിരിച്ചു. നീരു തിരികെ വരുമ്പോൾ എല്ലാവരും ചിരിക്കുന്നതാണ് കണ്ടത്. വാ നീരു, ഇരിക്കി, ചായ കുടിക്കാം. നിങ്ങളൊക്കെ എന്തിനാ ചിരിച്ചേ? നിനക്കവിടെ ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചതാണ്. എനിക്കൊന്നുമില്ല. അവൾ മുഖം വീർപ്പിച്ചു. ഇല്ലെങ്കിൽ ദേ ഈ ദീപന് നിന്നെ കെട്ടിയാൽ കൊള്ളാമെന്ന്. അത് കേട്ട് ദീപനൊന്ന് ഞെട്ടി. അവൻ ദേവനെ ഒന്ന് നോക്കി. അവൻ കണ്ണടച്ച് കാണിച്ചു. പക്ഷേ അവളുടെ കണ്ണുകൾ വേറെ ഒന്നിൽ പെട്ട് കിടക്കുകയായിരുന്നു. ഇതാരാ ദേവേട്ടാ? മഴയ്ക്ക് നേരെയാണ് ചോദ്യം. എൻ്റെ മോളാടി, മഴ. അവൾ പതിയെ ചെന്ന് ഒന്ന് ചിരിച്ച് കൈനീട്ടി. അമ്മയെ ഒന്ന് നോക്കിയിട്ട് അവൾ എടുക്കാൻ സമ്മതം നൽകി. ഞാൻ നേരത്തെ കണ്ടില്ലേ, അതാട്ടോ. മഴയ്ക്ക് എന്നെ ഇഷ്ടായോ? ആ താങ്ക്സ്. ഇനിയിപ്പോൾ നിനക്ക് കളിക്കാൻ കൂട്ടായല്ലോ. നിന്റെ അതേ പ്രായമാണ്. അവൾ ശിവശങ്കരനെ നോക്കി കണ്ണുരുട്ടി. വാ നീരു, കഴിക്കാം. വിശക്കുന്നില്ലേ നിനക്ക്? പിന്നെ ദേ വരുന്നു. ചേച്ചി കഴിച്ചിട്ട് ഇപ്പോൾ വരാം. മഴ കഴിച്ചോ? ഇപ്പോൾ വരാട്ടോ. അവൾ വന്നു എങ്കിലും ചായയും വേറെ എന്തോ സ്നാക്സും കൂടി നുള്ളിപ്പെറുക്കിയിരുന്നതേയുള്ളൂ. ഞങ്ങൾ ഇറങ്ങട്ടെ എന്നാ? വേണ്ടെന്ന് പറയുന്നില്ല ആൻറ്റി. ആർദ്ര മോളെ കൂട്ടി ഇറങ്ങ് വീട്ടിലേക്ക്. വരാം ആൻറ്റി. ഇപ്പോഴല്ലേ ഒന്ന് ഫ്രീ ആയത് തന്നെ. പോവാണ്. യാത്ര പറഞ്ഞിറങ്ങും നേരം അവൾ ഒന്നുകൂടി നിരഞ്ജനയെ നോക്കിയിരുന്നു. അവർ പോയപ്പോൾ ആശ്വാസത്തോടെ നിരഞ്ജന തിരികെ വന്നു. ഡി, നീ നേരെ കഴിച്ചില്ലേ? പിന്നെ അവർ പോകാൻ കാത്തു നിന്നതാ ഞാൻ. വിശന്നിട്ട് വയ്യ. അവളുടെ പാട് കണ്ട് ദേവൻ ചിരിച്ചുപോയി. 2 ദിവസമായല്ലോ എൻ്റെ ഭാര്യയ്ക്കൊരു ആലോചന. അനന്തൻ അവർക്കരികെ വന്നിരുന്നു. നിങ്ങൾ അവരുടെ പെങ്ങളെ കെട്ടിയില്ലല്ലോ. അതിൻ്റെ കുറവ് എങ്ങനെ തീർക്കുമെന്ന് ആലോചിക്കുകയായിരുന്നു. എന്ത്? മനസ്സിലായില്ല. ആ കുട്ടി നിരഞ്ജന. അവളെ നമുക്ക് ദീപന് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ? അത് അവന് സമ്മതമാണോ? അറിയില്ല, ചോദിക്കാം. ഇന്ന് വൈകിട്ട് വരട്ടെ, ചോദിക്കാം. പിന്നെ ഒരു കാത്തിരിപ്പായിരുന്നു. അത് ദീപൻ വന്ന് ഫ്രഷായി ചായ കുടിക്കും വരെ അവർ വെയിറ്റ് ചെയ്തു. എന്താ അമ്മ, എന്താ പറയാനുള്ളത്? അതില്ലേ ദീപു, നീ ആരെയെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? ഇതുവരെ ഇല്ല. എന്നാലേ നിനക്കൊരു ആലോചന വന്നിട്ടുണ്ട്. എന്താ ആലോചന? കല്യാണാലോചന. അവൻ അവരെ ഒന്ന് നോക്കി. നിനക്കറിയാവുന്ന കൊച്ചാണ്. ആര്? അന്ന് ദേവൻ്റെ വീട്ടിൽ പോയപ്പോൾ കണ്ടില്ലേ, നിരഞ്ജന. അവളോ? അവൾ നിങ്ങളുടെ ശത്രുവിൻ്റെ മകളല്ലേ? അതെ. എന്നാലും എനിക്ക് ആ കുട്ടിയെ ഒത്തിരി ഇഷ്ടമായി. ദേ അമ്മേ, വേറെ പണിയൊന്നുമില്ലെങ്കിൽ മിണ്ടാതിരുന്നേ. ഒന്ന് സമ്മതിക്കുമോനെ. അച്ഛൻ ചെയ്തത് ഇങ്ങനെയെങ്കിലും തീർന്നു പോകട്ടെ എന്ന് കരുതി. അതിന് എൻ്റെ അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇല്ലെന്ന് എനിക്കറിയാം. പറഞ്ഞു എന്നേ ഉള്ളൂ. നിനക്ക് ഇഷ്ടമല്ലേ? വേണ്ട. അവർ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. ഓ, കള്ളക്കരച്ചിലൊന്നും വേണ്ട. എന്തായാലും ഒരാളെ കെട്ടണം. ഇനിയിപ്പോൾ അവളെ കെട്ടിയാൽ പ്രശ്നം തീരുമെങ്കിൽ അങ്ങനെ ആവട്ടെ. അവൻ അതും പറഞ്ഞ് എഴുന്നേറ്റ് പോയി. മുറിയിലെത്തി. ഫോൺ എടുത്ത് ചെവിയിൽ ചേർത്തു. സക്സസ്. അവിടെ നിന്ന് നിശ്വാസത്തിൻ്റെ സ്വരം. വീഡിയോ കോളിൽ വാ. എന്തിനാ? വാടി. ഫോൺ കട്ട് ചെയ്ത് വീഡിയോ കോൾ ഓണാക്കി അവൻ. മറുവശത്ത് തെളിഞ്ഞ മുഖത്തിന് നേരെ അവൻ ചിരിച്ചു. നീരു, എന്തേ? ഐ ലവ് യു. ലവ് യു ടു. അമ്മ എന്ത് പറഞ്ഞു? നിന്നെ കെട്ടാമോ എന്ന് പറഞ്ഞ് കാല് പിടിച്ച് അപേക്ഷിച്ചു. പിന്നെ ചുമ്മാ. അല്ലടി, കെട്ടാമോ എന്നൊരു ഓപ്ഷൻ വെച്ചു. എന്നിട്ട് പാതി സമ്മതം പറഞ്ഞു. അപ്പോൾ എന്താ മുഴുവൻ പറയാത്തെ? അയ്യടാ, നിന്നോട് നന്നായി അണിഞ്ഞൊരുങ്ങി വരാൻ പറഞ്ഞിട്ട് അന്ന് വന്ന കോലം കണ്ടില്ലേ? അത് പിന്നെ കരഞ്ഞ് നിലവിളിച്ച് വരുമ്പോൾ എങ്ങനെയാണ് ഒരുങ്ങുന്നത്? അതിന് ഇവിടെ ഉണ്ടായതൊക്കെ അപ്പോൾ നിന്നെ അറിയിച്ചിരുന്നില്ലേ ഞാൻ? അത് ദീപേട്ടനല്ലേ? അതെങ്ങനെ പറയും? എന്നാലും ആ ലുക്കിൽ എൻ്റെ അമ്മായിയമ്മയ്ക്ക് എന്നെ ഇഷ്ടമായല്ലോ, അത് മതി. അത് പിന്നെ നീയൊരു കൊച്ചു സുന്ദരി അല്ലേടി, അതാകും. നീരു, ആരാ വിളിക്കുന്നേ നിന്നെ? ഏട്ടത്തിയാ. വെച്ചോട്ടെ. വെച്ചോ. എന്നാ ഒന്ന് കാണാൻ പറ്റാ? എന്തിനാ? എനിക്ക് ഉമ്മ വയ്ക്കണം. എന്തൊരു പൂതി. വെച്ചോട്ടെ ദീപേട്ട. ആ ബൈ. അവൾ ഒന്നുകൂടെ ചിരിച്ചിട്ട് ഫോൺ കട്ട് ചെയ്തു. ദീപൻ ചിരിയോടെ ബെഡിലേക്ക് അങ്ങനെ കിടന്നു. എവിടെ വെച്ചാണ് ആദ്യമായി കണ്ടത്? അന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ ഓർഡർ ചെയ്ത് ഓറഞ്ച് ജ്യൂസ് കുടിക്കും നേരമാണ് മുന്നിൽ ഒരാൾ വന്നു നിന്നത്. അവൻ തലയുയർത്തി നോക്കി. ഒരാൾ പോയി വരുമ്പോഴേക്കും അയാളുടെ ജ്യൂസ് എടുത്ത് കുടിക്കുന്നത് അത്ര നല്ലതല്ല. എക്സ്ക്യൂസ് മീ, മനസ്സിലായില്ല. ഇത് ഞാൻ ഓർഡർ ചെയ്തതാണ്. ആണോ? സോറി, ഇതിപ്പോൾ കുടിച്ചു പോയല്ലോ. വേറെ ഓർഡർ ചെയ്ത് തരാം. വേണ്ട, എനിക്കിത് തന്നെ വേണം. ഞാൻ കുടിച്ചു പോയല്ലോ, കുഴപ്പമുണ്ടോ?
അടുത്ത നിമിഷം ആ ജ്യൂസ് എടുത്ത് അവൻ്റെ ഷർട്ടിലേക്ക് ഒഴിച്ചിരുന്നു അവൾ. ഒന്ന് അന്തം വിട്ട് നിന്നുപോയി. എന്നാൽ അവളെ ദേഷ്യത്തോടെ നോക്കാനോ തിരിച്ച് ഒരെണ്ണം കൊടുക്കാനോ നിന്നില്ല. എൻ്റെ ബാക്കി ആരും കുടിക്കുന്നത് എനിക്കിഷ്ടമല്ല. മേഡത്തിൻ്റെ ടേബിൾ അതാണ്. അവൾ തിരിഞ്ഞു നോക്കി. അവൾക്ക് പിറകിലെ ടേബിളിൽ അവൾ ഓർഡർ ചെയ്ത ഓറഞ്ച് ജ്യൂസ് ഇരിപ്പുണ്ടായിരുന്നു. അവൾക്ക് ആകെ നാണക്കേട് തോന്നി. അത് പിന്നെ ഞാൻ. ദീപൻ അത് കേൾക്കാതെ ഇറങ്ങിപ്പോന്നു. പക്ഷേ ആ മുഖം അങ്ങനെ മനസ്സിൽ കയറിക്കിടന്നു. പിന്നെ ഒരു സോറി പറയാൻ കുറച്ചൊന്നുമല്ല നിരഞ്ജന കഷ്ടപ്പെട്ടത്. ഒരാഴ്ചയോളം ഫ്ലൈമിൽ കയറി ഇറങ്ങിയിട്ടാണ് ഒന്ന് കാണാനുള്ള അനുവാദം നേടിയെടുത്തത്. സാർ പറഞ്ഞോ, കുറച്ച് നാളായല്ലോ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്. അവൻ 2 കൈയും പിണച്ചു കെട്ടി അവൾക്ക് മുന്നിൽ നിന്നു. അത് സോറി സാർ, എൻ്റെ മിസ്റ്റേക്കാണ്. എൻ്റെ ടേബിൾ മാറിപ്പോയതാണ്. അതെനിക്ക് അയാൾ പറഞ്ഞപ്പോഴേ മനസ്സിലായി. അത് പറയാനാണോ ഇത്ര കഷ്ടപ്പെട്ട് വന്നേ? അല്ല സാർ, സോറി പറയാൻ. വെരി സോറി സാർ. ശരി, പറഞ്ഞു കഴിഞ്ഞില്ലേ, ഇനി പോയിക്കോ. അത് സാർ എന്നോട് ക്ഷമിച്ചു എന്ന് പറ. പിന്നെ അങ്ങനെ ക്ഷമിക്കാനൊന്നും പറ്റില്ല. അതെന്താ? എനിക്ക് ക്ഷമിക്കാൻ തോന്നുന്നില്ല. അന്നൊരു അബദ്ധം പറ്റിയെന്നേ ഉള്ളൂ. ബേസിക്കലി ഞാൻ നല്ല കുട്ടിയാണ്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. സത്യം ആരോട് വേണേലും ചോദിച്ചു നോക്ക്. ആരോട് ചോദിക്കണം? ജെ ഗ്രൂപ്പ് ഓഫ് കമ്പനി ജയദേവിൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ് ഞാൻ. അവൻ്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി. ബാലചന്ദ്രൻ സാറിൻ്റെ മകളല്ല, പാർവതിയുടെ അനിയത്തി. അച്ഛനെ അറിയോ? പിന്നെ ആർക്കാ അറിയാത്തെ? എന്നാൽ ഞാൻ പോട്ടെ സാർ, പൊയ്ക്കോ. സാറ് എന്നോട് ക്ഷമിച്ചില്ലേ? ഇല്ല. ഇനി ക്ഷമിക്കാൻ എന്ത് വേണം? കാല് പിടിക്കണോ? കാല് പിടിച്ചു വാരി നിലത്തടിക്കും നീ. പാർവതിയുടെ അനിയത്തിയല്ലേ? അവളുടെ മുഖം വാടി. ചേച്ചി അറിയോ? നന്നായിട്ടറിയാം. അവൾ പിന്നെയൊന്നും ചോദിക്കാൻ നിന്നില്ല. വിൽ യു മാരി മീ? എന്ത്? ഞാൻ കെട്ടിക്കോട്ടെ എന്ന്. അത് പിന്നെ എനിക്ക് ആലോചിക്കണം. ആലോചിച്ചോ, എത്ര സമയം വേണം? 5 മിനിറ്റ്. ഇപ്പോൾ കിളി പോയത് അവൻ്റെയാണ്. ആലോചിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരാഴ്ചയെങ്കിലും പ്രതീക്ഷിച്ചു. ചെറിയൊരു ചിരിയോടെ അവൻ നോക്കി നിന്നു. എനിക്ക് സമ്മതമാണ് സാർ. ഇത്ര വേഗം? നല്ലതൊന്നും വെയിറ്റ് ചെയ്യാൻ പാടില്ല എന്നല്ലേ പറഞ്ഞിരിക്കുന്നേ? ആര് പറഞ്ഞു അങ്ങനെ? ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ. അവനൊന്ന് തലയാട്ടി. അപ്പോൾ ഞാൻ നല്ലവനാണെന്ന് സമ്മതിച്ചോ? അപ്പോൾ നമ്മുടെ വിവാഹം ഉറപ്പിച്ചോ? എന്നാൽ നിരഞ്ജന പോയിക്കോ. അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഇനി എന്താ? പ്രപ്പോസൽ കിസ്സൊന്നുമില്ലേ? ടേബിളിലിരുന്ന ഫ്ലവർ വേസ് കയ്യിലെടുത്ത ഉടനെ അവൾ ഇറങ്ങി ഓടിയിരുന്നു. ആ ഓർമ്മയിൽ അവൻ അപ്പോഴും ചിരിച്ചു. എന്തൊരു വേഗമാണ് പെണ്ണ് അസ്ഥിക്ക് പിടിച്ചത്. അതിനൊരു കാരണം ദേവൻ പറഞ്ഞിട്ടുണ്ട്. നിരഞ്ജന നല്ല കുട്ടിയാണെന്ന്. അതിവളാണെന്ന് അറിയില്ലായിരുന്നു എന്ന് മാത്രം. എനിക്കെന്തോ അവൾ ചതിക്കുമെന്ന് തോന്നുക വിഹാൻ. ആര്? രേവതി. കയ്യിലിരുന്ന് തീരാറായ ബോട്ടിൽ നിന്ന് 2 ഗ്ലാസ്സിൽ പകർത്തി അവൻ ഒന്നെടുത്ത് അവൾക്ക് നേരെ നീട്ടി. അത് നിനക്ക് അവളെ അറിയാത്തത് കൊണ്ടാണ്. ഒരു സിഗരറ്റ് കത്തിച്ച് ആഞ്ഞു വലിച്ച് പുക അവൾക്ക് നേരെ ഊതി വിട്ടു. അലസമായ മുടിയിഴകൾ നഗ്നമായ തോളിൽ ഊർന്നു വീണു. നിനക്കത്രയ്ക്ക് വിശ്വാസമാണോ അവളെ? അതെ. ഒരു പക്ഷേ അവൾ എഡ്വിന് ശരിക്കും ഭാര്യ തന്നെ ആയിട്ടുണ്ടെങ്കിൽ അവൾ ഒരിക്കലും അവനെ ചതിക്കില്ല. നീ എന്താ പാർവതി പറഞ്ഞു വരുന്നേ? എഡ്വിൻ്റെ പേരിൽ സ്വത്തൊന്നുമില്ല എന്നല്ലേ പറഞ്ഞേ? അവളോട് പറ എല്ലാം തൻ്റെ പേരിൽ എഴുതി തരാൻ. എന്നിട്ട് അപ്പോൾ പിന്നെ എല്ലാം നിൻ്റേത് മാത്രമായിരിക്കും വിഹാൻ. അത് നല്ല ഐഡിയയാണ്. പക്ഷേ അവൾ ഒപ്പിട്ട് തരണം. തരും. എന്നാൽ നീ അവളെ വിശ്വസിക്കോ? വിശ്വസിക്കാം. അവൻ ഒരു ചിരിയോടെ ഫോൺ എടുത്തു. നീ ഇതുപോലെ അവളോട് പെരുമാറിയിട്ടുണ്ടോ? ഇല്ല. അവളുടെ മുന്നിൽ ഈ ലോകം കണ്ട ഏറ്റവും നല്ല വ്യക്തിയാണ് ഞാൻ. രേവതിയുടെ നമ്പർ ഡയൽ ചെയ്തു. ഇപ്പോൾ വിളിച്ചാൽ എടുക്കൂ അവൾ? അവൻ സമയം നോക്കി. 1:30. ഉറങ്ങിക്കാണുമെന്നാണോ? ആയിക്കോട്ടെ, ഞാനാണ് വിളിച്ചത് എന്നറിഞ്ഞാൽ ആ നിമിഷം തിരികെ വിളിക്കും. ഉവ്വ, കണ്ടാൽ മതി. കണ്ടിട്ട് നീ വിശ്വസിച്ചാൽ മതി. അവൻ ഫോൺ ലൗഡ് സ്പീക്കറിലിട്ട് മുന്നിലെ ടേബിളിൽ വെച്ചു. എഡ്വിനെ അവൾ കൂർപ്പിച്ചു നോക്കി. എന്താടി നോക്കി പേടിപ്പിക്കുന്നേ? കഷ്ടമുണ്ട്. എത്ര കഷ്ടമുണ്ട്? നോക്കട്ടെ. വേണ്ട, ഒരിക്കൽ നോക്കിയതാ. ഇപ്പോൾ ഇങ്ങനെ. അവൻ അവൾക്കരികിലേക്ക് നീങ്ങിക്കിടന്നു. നല്ല വേദനയുണ്ടോ? സാരില്ല. കൊതിപ്പിച്ച് നടക്കുമ്പോൾ ആലോചിക്കണം. അതിന് ഞാൻ. അവനെ നോക്കിയപ്പോൾ പറയാൻ വന്നത് നിർത്തി. അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്തു. ഇന്നലെ എന്താ നീ എന്നെ വിളിച്ചേ? എഡ്വിൻ എന്ന്. അപ്പോൾ സാർ വിളിയൊക്കെ നിർത്തിയോ? അത് നന്നായി. ഇപ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇച്ചായൻ എന്ന് വിളിക്കുന്നതിനേക്കാൾ സ്റ്റാൻഡേർഡ് ഉണ്ടോ?
ഡി നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വേണ്ടാത്തത് പറയരുത് എന്ന്. എന്തോ ഇത്തവണ അവൻ്റെ സ്വരത്തിന് സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നി. അത് അപർണയ്ക്ക് അവകാശപ്പെട്ടതാണ്. അതെങ്കിലും അവൾ എടുത്തോട്ടെ കേട്ടോ. രേവതി പെട്ടെന്ന് നിശബ്ദയായപ്പോൾ കവളിൽ കുത്തിപ്പിടിച്ച് തനിക്ക് നേരെ തിരിച്ചു. കൂർത്തു വന്ന ചുണ്ടുകൾ അപ്പാടെ വിഴുങ്ങിക്കളഞ്ഞു. അവനെ തള്ളി മാറ്റി കിതപ്പോടെ നെഞ്ചിൽ മുഖം ചേർക്കുമ്പോൾ അവൻ്റെ ചിരി കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. അന്ന് സാറിനെ കണ്ടപ്പോ അപ്പോഴേ ഞാൻ ഫ്ലാറ്റ് ആയതാ. ഒരിക്കലും കരുതിയില്ല ഇങ്ങനെ നെഞ്ചോട് ചേർന്ന് കിടക്കാൻ കഴിയുമെന്ന്. ആണോ? സത്യം. അതുകൊണ്ടല്ലേ അപ്പൂന് എന്നെ ആവശ്യമുണ്ടെന്നറിഞ്ഞപ്പോൾ ഓടി വന്നത്. നിനക്ക് അവനെ ശരിക്കും ഇഷ്ടമാണോ? പിന്നല്ലാതെ. എന്തുകൊണ്ടാ ഇഷ്ടം തോന്നിയേ? അത് സാറിൻ്റെ കുഞ്ഞല്ലേ, സാറിൻ്റെ ചോര. എനിക്കിഷ്ടാവും. അവൻ അവളെ തന്നോട് ഒന്നുകൂടെ ചേർത്ത് നെറുകയിൽ ഉമ്മ വെച്ചു. പെട്ടെന്ന് ഫോൺ വൈബ്രേറ്റ് ചെയ്തു. ആരാ ഈ നേരത്ത്? നോക്കട്ടെ. പക്ഷേ ഫോണിൽ വിഹാൻ എന്ന് കണ്ട് എഡ്വിനെ ഒന്ന് നോക്കി. എടുക്കണോ? എടുത്തോ. അവൾ അതെടുത്ത് ചെവിയിൽ ചേർത്തു. ഹലോ സാർ. തൻ്റെ ഉറക്കം കളഞ്ഞോ? ഇല്ല സാർ, പറഞ്ഞോളൂ. അത് തന്നെ നാളെ തന്നെ ഒന്ന് കാണണം, അത്യാവശ്യമാണ്. എപ്പോഴാ സാർ? സൗകര്യം പോലെ വിളിക്ക്, ഞാൻ വണ്ടി വിടാം. ഞാൻ ഓട്ടോ വിളിച്ച്. വേണ്ട, വണ്ടി വിടാം. ശരി സാർ. ഓക്കെ, വെരി ഗുഡ് മോർണിംഗ് രേവതി. മോർണിംഗ് സാർ. അവൾ ഫോൺ കട്ട് ചെയ്ത് എഡ്വിനെ നോക്കി. പറഞ്ഞതെല്ലാം കേട്ട് കാണുമെന്ന് ഉറപ്പാണ്. അവൻ എന്തിനാ നിന്നോട് ചെല്ലാൻ പറയുന്നേ? അറിയില്ല. പോണോ? കാര്യം അറിയട്ടെ. എന്നെ വേണ്ടാന്ന് വെച്ച് പോവോടി നീ? അവളുടെ കണ്ണുകളൊന്ന് നിറഞ്ഞു. എന്നെ പറഞ്ഞയക്കാതിരുന്നാൽ മതി. അഥവാ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അയാൾ കൊല്ലാൻ പോലും മടിക്കില്ല നിന്നെ. എനിക്കറിയാം. അപ്പൂൻ്റെ അടുത്ത് പോയി കിടക്കാം. എന്തേ എൻ്റെ അടുത്ത് കിടന്നിട്ട് മതിയായോ? അങ്ങനെയാണോ ഞാൻ പറഞ്ഞേ? ചിലപ്പോൾ അവൻ്റെ അടുത്ത് കിടക്കാൻ ഇനി ഒരു രാത്രി കൂടെ എനിക്ക് ഉണ്ടായില്ല എങ്കിൽ എന്നൊരു പേടി. നാളെ ഞാൻ വരണോ കൂടെ? വേണ്ട, ഞാൻ പോയിട്ട് വേഗം വരാം. വരണം. അവൾ എഴുന്നേറ്റ് ഫ്രഷായി അപ്പൂനെ കെട്ടിപ്പിടിച്ച് കിടന്നു. അവർക്കരികിലായി അവളെ തന്നോട് ചേർത്തവനും. അച്ഛൻ എന്താ പറയുന്നേ? അവരായിട്ട് ഇങ്ങോട്ടൊരു പ്രപ്പോസൽ വെച്ച സ്ഥിതിക്ക്. അല്ല ദേവാ, അവളുടെ അച്ഛനോട് പറയാതെ എങ്ങനെയാണ്? അത് സാരമില്ല. അവർ ഇവിടെ വന്ന് പെണ്ണ് കാണട്ടെ, എന്നിട്ട് അങ്കിളിനോട് പറയാം. അയാളുടെ മകളുടെ കാര്യമാണ് ദേവ. നീരു നമുക്കൊപ്പം തന്നെയല്ലേ? അത് മതി തൽക്കാലം. എന്നാ അവർ വരട്ടെ. എന്താ നീരു, അങ്ങനെയല്ലേ? എനിക്ക് അച്ഛൻ്റെ കൂടെ പോകണ്ട അങ്കിൾ. എനിക്ക് പേടിയാണ്. അന്ന് ചേച്ചിയെ ഇഷ്ടമുള്ള ആളിൻ്റെ കൂടെ ജീവിക്കാൻ വിട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇതിപ്പോൾ ചേച്ചിയുടെ ജീവിതം പോയി. ആദ്യയെക്കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടം വരാ. അവനെ മറന്നേ പോയി ഞാൻ. പനി മാറിയിട്ട് പിന്നെ ഒന്ന് വിളിച്ചത് പോലുമില്ല ഞാൻ. ദേവൻ വിഷമത്തോടെ പറഞ്ഞു. നീയൊന്ന് വിളിക്ക് ദേവാ. വേണ്ട അങ്കിൾ, ഞാൻ വിളിക്കാം. ഞാൻ വിളിച്ചാൽ ചേച്ചി എടുക്കാതിരിക്കില്ല. അവൾ നമ്പർ ഡയൽ ചെയ്ത് സ്പീക്കറിലിട്ടിരുന്നു. ഹലോ നീരു, നീ എവിടെയാ? ഇവിടെ നാട്ടിലെത്തി. ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. അതേതാ ഫ്രണ്ടിൻ്റെ വീട്? ഇവിടെ വേറെ ഏത് വീട്ടിലേക്ക് പോകാനാണ് ചേച്ചി? നീ തറവാട്ടിൽ പോ. എന്നിട്ട് നീ അവിടെ നിന്നോ. അമ്മയുടെ അവകാശമാണെന്ന് കൂട്ടിക്കോ. അവർ സമ്മതിക്കോ? സമ്മതിച്ചില്ലെങ്കിൽ എനിക്കറിയാം എന്ത് വേണമെന്ന്. ശരി ചേച്ചി. ആദിക്കിപ്പോൾ എങ്ങനെയുണ്ട്? കുറവുണ്ട്. ശരി ചേച്ചി പറയും പോലെ. അവൾ ഫോൺ വെച്ച് അവരെ നോക്കി.